എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ഫെബ്രുവരി 14 10th പഠിക്കുന്നു. അപ്പൊ രാവിലെ ഒരു പൂവൊക്കെ കൊണ്ടുവന്നു. രാവിലെ അല്ല, വൈകിട്ട്. രാവിലെ കൊണ്ടുവന്ന പൂവാ വൈകിട്ട് തന്നത്. രാവിലെ ഞാൻ പൂവ് മേടിച്ചു. നേരത്തെ ഞാൻ മേടിച്ചോണ്ട് വന്നു, പിന്നെ സമയം കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചു. ഇവളും ഇവളുടെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ അവരും ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ അഗസ്തികോട് വെച്ചായിരുന്നു. അഗസ്തികോട് ഓട്ടോ സ്റ്റാൻഡ് എടുത്തായിരുന്നു. അവിടെ ഓട്ടോ സ്റ്റാൻഡ് എടുത്ത് ഓട്ടോ ചേട്ടന്മാരെല്ലാം ഇങ്ങനെ നിർത്തിയിരിക്കുന്നു. അവിടെ ഒരു നമ്മുടെ പൂക്കടയൊക്കെ ഉണ്ട്. അപ്പൊ ആ പൂക്കടയുടെ ഫ്രണ്ട് വെച്ചിട്ട് ഞാൻ നിരഞ്ജനെ വിളിച്ചു, ഞാൻ വരാൻ പറഞ്ഞു. മുട്ടുകുത്തിയിരുന്ന് പ്രപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഞാനൊരു പ്രകടനം കാഴ്ചവെച്ചു. അതും എല്ലാ ആ പൂക്കട എല്ലാ ആൾക്കാര്, ജോലിക്കാര്, ഓട്ടോ ഡ്രൈവർമാരന്മാരെ എല്ലാവരും കൊടുക്കടാ പറഞ്ഞു. ഞാനങ്ങനെ മുട്ടുകുത്തിയിരുന്ന് ഒരു പൂവം കൊടുത്തു. പക്ഷേ ഞാൻ മേടിച്ചു. പൂ മേടിച്ചാലേ ബസ് കയറി വീട്ടിൽ പോകുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അത് അന്ന് ആ സംഭവം നടന്നപ്പോൾ തന്നെ ഞാൻ നല്ലപോലെ ഡൗൺ ആയിപ്പോയായിരുന്നു. കാരണം അവിടെ അണ്ണന്മാരെല്ലാവരും ഒന്ന് കളിയാക്കുന്നുണ്ടായിരുന്നു. ഞാനൊരുമാതിരി ആയിപ്പോയായിരുന്നു. പക്ഷെ അതൊക്കെ പുള്ളിക്കാരി കൊണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പിന്നെ തിരിച്ചൊന്നൊരു നാൾ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? ഇവരുടെ വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ ആദ്യം ഒരു ഞെട്ടലായിരുന്നു. അമ്മയ്ക്കൊരു ഷോക്കായിരുന്നു. ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ എന്തായാലും അവർക്കും സന്തോഷമായി. ഇനിയിപ്പോ നമ്മൾ എൻഗേജ്മെന്റ് വരെ എത്തി. ഇനി ബാക്കി കല്യാണം അവരുണ്ട്. കല്യാണത്തിന് കാണാം എല്ലാവരും. अब इन बेचैनियों के पारे मैं जाऊं कहाँ? ये तो दिल की हवा जा. അവളെ കുറിച്ച് പറയാനാണെങ്കിൽ അവള് പെട്ടെന്ന് വിഷമം വരുന്ന ആളാണ്. പക്ഷെ ഭയങ്കര ബോൾഡാണ് അവള്. എല്ലാ കാര്യങ്ങളും അവൾക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. അവൾ വിഷമം വന്നാലും അത് അവൾ എല്ലാ രീതിയിലും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. ഈവൻ്റെ റിലേഷനായാലും അത് വീട്ടിലവൾ നല്ല രീതിയിൽ അമ്മയുടെ അടുത്തത് പ്രസൻറ്റ് ചെയ്ത് അവൾ ഇവിടെ വരെ എത്തിച്ച് അവൾ നല്ല കൊച്ചാണ്.